അൾട്ടിമേറ്റ് 7 ഗെയിമിൽ ഫിൽദ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഗൈസ് അപ്പോൾ ഉണ്ട് ഇന്നുണ്ടല്ലോ നമ്മളാണെങ്കിൽ നമ്മുടെ പഴയ ഒരു വീട്ടിലേക്ക് വന്നേക്കും കേട്ടോ. അതായത് എൻ്റെ വീടല്ല, എൻ്റെ വീട് മറ്റേതല്ലേ, ഏറെ പഴയ വീടൊന്നുമല്ല കേട്ടോ, ജംഗിളിൻ്റെ വീടാട്ടോ. ഇത് ഞാൻ ഫ്രീ ആയിട്ടൊന്ന് മേടിച്ച്. അപ്പം എന്തായാലും എനിക്കാണെങ്കിൽ ജംഗിളിപ്പോൾ ദുബായിൽ പോയിക്കോ. ഇതിൻ്റെ ഒരു ഓണർ ഉണ്ടായിരുന്നു, അയാളിപ്പോൾ പോയതിന്. അപ്പോൾ എനിക്കാണെങ്കിൽ പഴയ വീടായിട്ടോ, ചുക്കരയൊക്കെ പിടിച്ചിരിക്കുക. ഞാൻ ഈ വീട്ടിൽ താമസിക്കണമൊന്നും ഇല്ല, പക്ഷേ ആണെങ്കിലുണ്ടല്ലോ എൻ്റെ പഴയ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി എൻ്റെ പണ്ടത്തെ പണിയൊക്കെ നടത്തുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ആ സാധനങ്ങളൊക്കെ ഒരു ഗ്യാരേജ് പോലെ അങ്ങനെ എടുക്കുന്ന സാധനം കേട്ടോ. എൻ്റെ ശബ്ദത്തിന് ഇച്ചിരി കുറവായിരിക്കും. ഷിൻചാനെ കോഴിക്കട ഒരു വലിയ സിറ്റി അതിനെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എടാ ഇത് പുതിയതായിട്ട് പണിത സിറ്റിയാടാവേ. ഏത് സിറ്റി? എടാ മറ്റേ ഈ സിറ്റിയുടെ പേരെന്താണെന്ന് വെച്ചാണല്ലോ കിലോണി സിറ്റി. അതായത് കിലോണി സിറ്റി അല്ല, എനിക്ക് പേര് വന്നുപോയി. ഹൈപ്രി സിറ്റി എന്നാട്ടോ പേര്. ഹൈപ്രി സിറ്റി എന്നാണ് പേര്. ഇത് വലിയ ഫ്ലാറ്റൊക്കെ ഉള്ള. ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരനാണെങ്കിൽ താമസിക്കുന്നുണ്ട്. അവനെന്തായാലും ഇവിടെ ഉണ്ട് എന്തായാലും. അപ്പം എന്തായാലും എനിക്ക് അവനെയും കൂടെ ഒന്ന് കണ്ടിട്ട് പോയേക്കാം. ഇതൊക്കെ കണ്ടോ, മറ്റേ ടവർ ഉണ്ടില്ലേ, ആ ലൈബ്രറി ടവർ, അതാണ് ഇവിടെയൊക്കെ ഉള്ള. ഈ ഒരു വലിയൊരു സ്ഥലത്ത് പോലെയുള്ള ഈ ടവറൊക്കെയാണ് കാണിക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു വലിയൊരു ലൈബ്രറിയുടെ അവിടെ ആണെങ്കിൽ ഒരു വലിയ ടവറൊക്കെ ഉള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് എന്നാന്ന് വെച്ചാൽ ഒരു വലിയൊരു സാധനമൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഉള്ള കേട്ടോ. ഇവന് അവിടെ പോയതാ. ഇവനിവിടെ ഉണ്ടാവേണ്ടായിരുന്നു. ഇവനിതുവരെ വന്നിട്ടില്ല. ഇവനിതുവരെ ഒന്ന് വന്നായിരുന്നെങ്കിൽ മതിയായിരുന്നു. പക്ഷേ ഇവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇവനിത് എവിടെ പോയി കിടക്കുവാടി? മനുഷ്യൻ കുറേ നേരമായല്ലോ. എവിടെ പോയതാ? നീ ഇവിടെ കിടക്കുമായിരുന്നു. എന്നാന്ന് വെച്ചിട്ടുണ്ടല്ലോ, നീ വലിയ ഇതൊക്കെ മേടിച്ചോടാ. ആടാവേ കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കാശ് കിട്ടിയപ്പോൾ പിന്നെ തന്നെയാണ് വീടും വെച്ച് പണയം വെച്ച് പിന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ വീടൊന്ന് പൊളിഞ്ഞു പോയി കിടക്കുന്നു. അത് പറയണ്ട. അതാണല്ലേ. അത് നീ ഇവിടെ താമസമാകുന്നുണ്ടോ? എൻ്റെ പൊന്നാണ്, എനിക്ക് ഈ സിറ്റി ഒന്നും അറിയത്തില്ല. ഞാൻ ഈ സിറ്റിയിലൊന്നും താമസിക്കുന്നില്ല. ഞാൻ എൻ്റെ മറ്റേ വീട് തന്നെ മേടിക്കാൻ പോവാം. നന്നായി ഞാൻ ഈ വീട് സ്വന്തമാക്കി. നന്നായി. ഇത്രയും വലിയ വീടാണോ? അതേടാവേ, ഇത്രയും വലിയ വീട്. ഈ സിറ്റി കൊള്ളാലോടാവേ. നീ പുതിയ അണ്ടറൊക്കെ എടുത്തോ? എടാ നേരത്തെ ഉണ്ടായിരുന്ന. അയ്യോ ഞാൻ മറന്നുപോയായിരുന്നു. എന്തായാലാണെങ്കിൽ ഇത് കൊള്ളാലോടാ. ഇത് തന്നെ മതിയോ? അതാണ് ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ മയം. ഏത് ഫ്രാഷൻ ഫ്രൂട്ടോ? നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയാം? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ പഴം ഇതുവരെ കണ്ടിട്ടില്ലടാ. എടാ നീ കണ്ടിട്ടില്ലേ? അതാണെങ്കിൽ ഇതുവരെ മുളച്ചിട്ടില്ലല്ലോ. എടാ അത് ഡിസംബർ കഴിയുമ്പോഴേ മുളയ്ക്കുള്ളൂ. ഇപ്പോൾ ഡിസംബറായി. ഇപ്പം എന്തായാലും ക്രിസ്മസൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ക്രിസ്മസൊക്കെ ഇപ്പം ആണെങ്കിൽ എല്ലാവരും തുടങ്ങി കാണും. അപ്പം എന്തായാലും എടാ നീ ഇപ്പോൾ ആണെങ്കിലുണ്ടല്ലോ ക്രിസ്മസിൻ്റെ പരിപാടിയായിട്ട് നീ എന്തെങ്കിലും തുടങ്ങുന്നുണ്ടോ? എൻ്റെ പൊന്നാടി ഞാൻ ഒന്നും തുടങ്ങിയിട്ട് പോലില്ല. ഇതിലെ പൈസ ഇരുതേ പറഞ്ഞില്ലേ, ഒരൊറ്റ പൈസ പോലില്ലേ. നിൻ്റെ ഇതൊന്ന് കാണിച്ച് ഞാൻ ഗൂഗിൾ പേ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. എടാ കള്ള, ഇങ്ങനെ പറ്റിച്ചല്ലേ. നിൻ്റെ അകത്ത് എത്ര പൈസ കിട്ടും? അതാണ് എനിക്ക് കഴിഞ്ഞ വർഷത്തെ ലോൺ അടിച്ചപ്പോൾ അവർ ബാക്കി തന്നു. എടാ ലോൺ അടിച്ചപ്പോൾ അതെങ്ങനെ? അതൊക്കെ ചുമ്മാതെയാ. എൻ്റെ അപ്പം എനിക്കൊരു ഇച്ചിരി പൈസ ഇച്ചു തരാമോ? ശരി, ഒന്ന് അയച്ചു തരാം. എൻ്റെ ഫോൺ എടുക്കട്ടെ. എൻ്റെ അത് കുറച്ച് പൈസ ഉള്ളൂ. ഞാൻ നിൻ്റെ നോക്കട്ടെ. നിൻ്റെ ഇച്ചിരി ഉള്ളതല്ലേ. പുതിയ വീടൊക്കെ മേടിച്ചോണ്ട് പിന്നെ ആ ജംഗിളിൻ്റെ അടക്കമുള്ള ഒരു വീട് മേടിച്ചിട്ടുണ്ട്. അയാളവിടെ ആണെങ്കിൽ പണ്ടാണെങ്കിൽ സീതാമസമാക്കി. ഇപ്പം ഞാനാണെങ്കിൽ അതാണെങ്കിൽ ചുക്കരയൊക്കെ പിടിച്ചിരിക്കുക. എന്തായാലും വിലക്കൊന്നും മേടിച്ച് അവിടെ താമസിക്കാൻ പോകണം. ഇല്ലടാവേ, അവിടെ കുറച്ച് എൻ്റെ ടൂൾസൊക്കെ കൊണ്ടുവയ്ക്കാനാണ്. നിൻ്റെ വീട്ടിൽ അത്ര സൗകര്യമൊന്നും ഇല്ലല്ലോ. ഇല്ലടാവേ, ആ ഗ്യാരേജിലൊന്നും വയ്ക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ആ വണ്ടിയുടെ ടയറിലോ എല്ലാം കുത്തി കയറിയാൽ ഭയങ്കര പ്രശ്നം. ആ വണ്ടി കയറിയിട്ട് റിപ്പയർ ചെയ്യാൻ പിന്നെ പറ്റൂല എനിക്ക്. എൻ്റെ കയ്യിൽ ഒറ്റ പൈസ പോലും ഇല്ല. ശരി, നിനക്കൊരു 5000 രൂപ അയച്ചിട്ടുണ്ട്, 500 കോടി. താങ്ക് യു ഡാവി. എനിക്ക് അത്രയും പൈസ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. താങ്ക് യു. വെൽക്കം. അപ്പം എന്തായാലും ഞാൻ പോവാട്ടോ. ഇനി ഇവിടെ സ്ഥിരം താമസമാക്കാൻ പോകണില്ല കേട്ടോ. അറിയാവിടെ. ഷിൻചാനെ വന്ന് കയറാ. എടാ ഇതാണോ കൊച്ച്? ഇത് ഞാൻ അറിയത്തില്ലേ, എൻ്റെ കൊച്ച്. എടാ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലായില്ലായിരുന്നു. അതറിയണ്ട. അല്ല പിന്നെ കൊയ്സ് കുറേ നേരെ അവൻ കണ്ടുണ്ട്. എടാ പോയിട്ടുള്ളോ? പോയി. കൊയ്സ് ഈ സിറ്റി നിങ്ങൾക്കാണെങ്കിൽ ചുറ്റി കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടെ. എന്തായാലും
കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല ടൈസ്. കണ്ടോ ഈ വഴി ഇങ്ങനെ സെറ്റപ്പ് ആട്ടെന്നാലും ഇങ്ങനെയാണ് സെറ്റപ്പ് വഴി. ഇങ്ങനെ കയറാൻ പറ്റും. ഇവിടെ ഇച്ചിരി മതിലൊക്കെ ഉണ്ടാവും. ആ കാര്യമൊക്കെ ഉണ്ടാവും. പിന്നെ ഈ വഴി മൊത്തം ചുറ്റണമെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം. കണ്ടോ ഇതാണ് അവൻ്റെ വീട്. പണി അവൻ കയറിപ്പോയി കാണും. അവൻ കയറിപ്പോയി. ഇനി എന്തായാലും ചിഞ്ചാനെ അവനെ ചുറ്റി കാണണം. നീ എന്താണ് മിണ്ടായിരിക്കണേ? സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇതുവരെ ആയിട്ടില്ല കേട്ടോ. ഗൈസ് പറയാൻ മറന്നുപോയി. നിങ്ങളൊന്ന് സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ നോക്ക്. എന്തോ ഒരു ന്യൂസ് ഗൈസ്, 7 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. നിങ്ങളൊന്ന് മറക്കാതെ അടിച്ചോ ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടും. ഞാൻ കുറേ വീഡിയോസ് ഇടാം. എന്തായാലും നിങ്ങളെ ഞാൻ ചുമ്മാ കളിപ്പിക്കുന്നുണ്ടോ? എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പ്ലീസ് ഗൈസ്. ഞാൻ കഷ്ടപ്പെട്ട് പറയാം. എന്തായാലും നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കട്ടോ. പിന്നെ ബെല്ലൈക്കും കൂടെ ഒന്ന് അടിക്കാൻ നോക്ക്. ഞാൻ കുറേ വീഡിയോകളിലാണെങ്കിൽ കമൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും നിങ്ങൾ ഈ വീഡിയോയിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക പ്ലീസ് ഗൈസ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ആണെങ്കിൽ നിങ്ങളാണെങ്കിൽ ചുറ്റി കാണണമെങ്കിൽ ഞാൻ എന്തായാലും വാട്സപ്പ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് കുറേ ലിങ്കുകൾ എടുക്കാൻ പറ്റും സത്യമായിട്ടും. അല്ല വാട്സപ്പ് ചാനലല്ല, മനസ്സിലായി. വാട്സപ്പ് ചാനലും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാനാണെങ്കിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടില്ല. അതാണെങ്കിൽ മറ്റേ ഇൻസ്റ്റഗ്രാം ചാനൽ അതിലൂടെയാണ് കിട്ടുന്നത്. ഇൻസ്റ്റഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടണമായിരിക്കും ലിങ്ക്. ഞാൻ അതിൽ എന്തായാലും അടിക്കണമായിരിക്കും. അൾട്ടിമേറ്റ് 7 എന്ന് മാത്രമേ ഉള്ളൂ. അതെന്തായാലും നിങ്ങളൊന്ന് അടിച്ചു നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കാതെ ഒന്ന് ചെയ്യുക. പിന്നെ എന്തായാലും ഗൈസ് ഈ ഷിൻചാനാണെങ്കിൽ ജാക്ക് കാണാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. അതിനാഹരം എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സായി കാണണമെന്ന്. ഒന്ന് അടിക്കാൻ പറ. നിങ്ങളെന്തായാലും ഒന്ന് സബ്സ്ക്രൈബേഴ്സായി അടിക്കാൻ നോക്ക് പ്ലീസ് ഗൈസ്. എന്തായാലും നിങ്ങൾ മറക്കാതെ ഒന്ന് കാണുക. എല്ലാവരും ഇന്ന് ഇടണമാണ് പ്ലീസ്. ഞാൻ എന്തായാലും ഇടണമായിരിക്കും. എല്ലാ യൂട്യൂബിലും ഇടണമായിരിക്കും. കുറേ നോക്ക് ഗൈസ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഞാൻ എന്തായാലും ഇടാം സത്യമായിട്ടും. അപ്പം നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് അടിക്കുക പ്ലീസ് ഗൈസ്. പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒന്ന് ചെയ്യുക. എന്തായാലും നിങ്ങൾ മറക്കാതെ ഒന്ന് ചെയ്യട്ടെ എന്തായാലും പ്ലീസ് ഗൈസ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ കുറേ നേരമായിട്ട് പറയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഗൈസ്. എന്തായാലും ഒരിക്കലും മറക്കല്ലേ. അത് നിങ്ങൾ പറയാൻ വേണ്ടിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലേക്ക് ഇച്ചു കേട്ടോ. ഇനി ആ സിറ്റി മൊത്തം കണ്ടാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും പ്ലീസ് ഗൈസ്. നിങ്ങൾ എന്തായാലും പിന്നെ നമ്മുടെ ഈ സിറ്റി മൊത്തം ചുറ്റണമെങ്കിൽ ഞാൻ ആ മൊത്തം ചുറ്റണ വീഡിയോ ഞാൻ എന്തായാലും ഇടണമായിരിക്കും. പിന്നെ ഇനി തൊട്ടോ ഈ ഭൂമിയുടെ പുറത്ത് വരെ പോകണമെങ്കിൽ ഞാൻ എന്തായാലും ചെയ്തേക്കാം. ശരി ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും പ്ലീസ് ഗൈസ്. എന്താ പറയുന്നത്? അപ്പോൾ എന്തായാലും ഞാനാണ് ഈ ചൂച്ചു ചാൾസിൻ്റെ വീഡിയോ എന്തായാലും ഇടണമായിരിക്കും. മറ്റേ ട്രെയിനിലൊക്കെ വന്നാട്ടോ. എന്തായാലും ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മുടെ വില്ലേജിലൊക്കെ ആണെങ്കിൽ ഒന്ന് പോയി കറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾക്കാണെങ്കിൽ കുറേ ലിങ്ക്സ് വേണമെങ്കിൽ ഞാൻ എന്തായാലും ഇടണമായിരിക്കും. കുറേ ലിങ്കുകൾ വേണമെങ്കിൽ ഞാൻ എന്തായാലും തന്നെയായിരിക്കും. പിന്നെ നമ്മുടെ ഇൻഡിമൈക്കിൻ്റെ വീഡിയോ കുറേ ഞാൻ എന്തായാലും ഇടണമായിരിക്കും. ഇപ്പം ഞാൻ ഇടില്ല. നാളെ തൊട്ട് ഞാൻ എന്തായാലും ഇടണമായിരിക്കും. എന്തായാലും ഈ ഡിസംബർ തൊട്ട് ഞാൻ കുറേ ഇടും സത്യമായിട്ടും. അപ്പോൾ എന്തായാലും ഈ ഫിലിപ്സിനാണെങ്കിൽ ഇനി വേറെയൊക്കെ ഫിലിപ്സ് മരിക്കണമൊക്കെ വീഡിയോ ഇടും. പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പേടിച്ചു. അവനും കൂടെ ഇപ്പോൾ ചത്ത് കേളോ പറയാൻ പറ്റില്ല. വടക്ക് അതിൻ്റെ ഇടയ്ക്ക് മഴയും പെയ്ത് വണ്ടി ഇവിടേക്കെങ്ങാനും കയറ്റിയിടാം. നല്ല ഇനി എന്തായാലും ആണെങ്കിൽ ഉണ്ടല്ലോ നമുക്കാണെങ്കിൽ നേരെ ഒന്ന് നോക്കാം. ചിഞ്ചാനൊന്ന് പെട്ടെന്ന് ഇറങ്ങുമോ? ഞാൻ ഇറങ്ങുവാ. എന്തായാലും നന്നായി. ഇതെവിടെയാണ് ഫിലിക്സ്? എൻ്റെ പൊന്ന് ഫിലിക്സേട്ടായി എന്നെ ഞാനല്ല അവൻ്റെ ഞാനല്ല എൻ്റെ ചേട്ടൻ. എന്നാടാ ജാക്കേ, ഞാൻ പറഞ്ഞല്ലേ നിന്നോട് ഇവിടെ തന്നെ ഇതൊക്കെ ഒന്ന് ചെയ്ത് വയ്ക്കാൻ. എന്നാ ചെയ്ത് വയ്ക്കാൻ ഞാനിപ്പോൾ ഏറ്റുള്ളൂ. എൻ്റെ പൊന്നി ഇറങ്ങി ഞാൻ ഇവിടെ പറഞ്ഞല്ലേ അവിടെ ചെയ്യാൻ. അപ്പോൾ നീ ഇതൊന്നും ചെയ്യില്ല. എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഇടുന്നോണ്ടിരിക്കും. എന്നാടാ പിന്നെ അതിനാടാ? അയ്യോ സോറി അതിൻ്റെ രക്ഷിക്കും. നിനക്ക് ഇന്നാണെങ്കിൽ ആഹാരമേ ഒന്നുമില്ല. നീ ഇനിയാണെങ്കിൽ അടിച്ചിട്ട് മതി. ഞാൻ അടിക്കുകൊള്ളു സത്യമായിട്ട് നീ പോയി അടിക്കും. ശരി എന്തായാലും ഉണ്ടല്ലോ നമുക്കാണെങ്കിൽ ഒന്ന് വരികയാണെങ്കിൽ എവിടെയെങ്കിലും കറങ്ങാൻ പോകും. ഇനി എന്തായാലും ഫിലിപ്സ് എന്തായാലും തുടച്ചിട്ട് മതി ഞാൻ അതിനെ കൊണ്ടുപോകുള്ളൂ. അല്ല പ്ലീസ് അങ്ങനെ വന്നിരിക്കണം. അല്ല പിന്നെ കുറേ നേരെ അല്ല പിന്നെ ഗൈസ് എൻ്റെ അടുത്ത കളി അവിടെ സമയത്രയായെന്ന് അറിയത്തില്ല കേട്ടോ.
ഓ എൻ്റെ ഫോണിൽ നോക്കട്ടെ. ഓ 5:45 ആയിട്ടുള്ളൂ. ഭാഗ്യം. അപ്പം എന്തായാലും എനിക്ക് ഇപ്പോഴേ തന്നെ എഴുതാൻ പറ്റും. ഇനി എന്തായാലും നമുക്ക് നേരെ ഒന്ന് പോയേക്കാം. പിന്നെ നമ്മുടെ മറ്റേ സിറ്റി ആണെങ്കിൽ ഹൈപ്പർ സിറ്റി ആണെങ്കിൽ ഇവിടെ നിന്ന് വെച്ചാൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് മറ്റേ ജങ്കൻ്റെ വീടിൻ്റെ നടുക്കായിട്ട് കാണാൻ പറ്റും. എവിടെ നിന്നാന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും എവിടെ നിന്നാണ് കാണാൻ പറ്റണേന്ന്. കണ്ട് ഇടിവാളൊക്കെ അടിക്കണം. പറഞ്ഞ പോലെ ഇരിക്കുകട്ടെ എന്തായാലും. കണ്ട ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടു കാണുമായിരിക്കും മറ്റേ സ്ഥലം. ആ സ്ഥലം എന്തായാലും ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. എവിടെ പോടി, എവിടെയാണ് പോയേ? കാണാനൊന്നും പറ്റുന്നില്ലല്ലോ. പോയോടി. അതെ. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ വെച്ച് കാണാൻ പറ്റും കേട്ടോ എന്തായാലും. പിന്നെ എവിടെ വെച്ചാൽ കാണാൻ പറ്റണമെന്ന് പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ ജംഗിളിൻ്റെ വീട് അവിടെ വെച്ച് കാണാൻ പറ്റും. പിന്നെ ഇവിടം വെച്ച് കാണാൻ പറ്റും. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വെച്ച് കാണാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ അവിടെ കൊണ്ടുപോയി കാണിച്ചു തരാം. പിന്നെ നമുക്കാണെങ്കിലോ പ്രത്യേകിച്ചൊരു കാര്യം പറയാൻ പോവാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കാതെ ഒന്ന് ലൈക്ക് അടിക്കാൻ നോക്ക്. മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്തായാലും നമ്മൾ വണ്ടി കയറ്റിക്കൊണ്ട് പറപ്പിക്കാൻ പോകട്ടോ. എടീ 1 2 3 സ്റ്റാർട്ട് ഗോ. പൊങ്ങിയില്ല. ഞാൻ ഇന്ന പരിപാടിയാണ് എന്തായാലും നമുക്ക് നേരെ എന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് എന്നോട്ടെങ്കിലുമൊക്കെ കറങ്ങാനൊക്കെ പോട്ടോ. ഇനി എന്തായാലും ഞാൻ ചൂച്ചു ചാൾസിൻ്റെ വീഡിയോ ഞാൻ മറക്കാതെ ഇടണമായിരിക്കും. എന്തായാലും നിങ്ങൾ എൻ്റെ അമ്മോ ആ കളവൻ ചത്തു. ട്രെയിന് ഭായും പെട്ടെന്ന് തന്നെ അടിച്ചു വീട്ടിൽ പോയി ഇരുന്നാലേ ചങ്ങായി. ഈ ചെക്കന്മാരൊക്കെ ഇന്ന് ഞാൻ കൊന്നുകയാണെങ്കിൽ അല്ല കുറേ നേരെ ഇവ കിടന്നാണ്. പാറ്റ് കിടന്നുകാരിക്കണ കാണിക്കണ കുറച്ച് ചേർക്ക് കിടന്ന് കുരയ്ക്കുക അങ്ങോട്ടേക്ക്. അമ്മച്ചീത് എൻ്റെ അമ്മൂമ്മയോട് ഈ വീട്ടിലായിരിക്കും. ഇയാളെ കൊല്ലാൻ പറ്റിയില്ല. എന്തായാലും ഞാനൊരു പരിപാടി ചെയ്യണതായി. എന്തായാലും ഞാൻ ജീവനോടെ തന്നെ. എൻ്റെ വണ്ടി കത്തിപ്പോയി. നാട്ടുകാരെ ഓടിയിട്ട് എൻ്റെ വണ്ടി കത്തിപ്പോയി. ആരെങ്കിലും ഇവന്മാരായിരിക്കും എൻ്റെ ഉണ്ടാക്കി. ഷിഞ്ചനെ കത്തിപ്പോയോ? അല്ല കുറേ നേരെ ഞാൻ എങ്ങനെ ഈ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഹെൽത്ത് ഓണാക്കിയിട്ടാട്ടോ എന്തായാലും ഇൻ്റർനെറ്റ് ഹെൽത്ത് അതെന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് മറ്റേ പോലീസുകാർ വരാത്തതിന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇതടിച്ചാൽ മതി. എന്നാന്ന് പറഞ്ഞുതരാം. കണ്ടോ ഇങ്ങനെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ്. ഗുഡ് ബൈ ഫ്രം ആൾട്ടി ബെസ്റ്റ്.